ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU IT 407 നോളജ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിൽ മൊഡ്യൂൾ 1-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹിൽ ക്ലൈംബിംഗ് ടെക്നിക് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് ടെക്നിക്സിൻ്റെ ഒരു വേരിയൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ്, അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടെ മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടുള്ള ഒരു ടെക്നിക്കാണ് ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സ്. ഹിൽ ക്ലൈംബിംഗ് ഈസ് എ വേരിയൻ്റ് ഓഫ് ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് ടെക്നിക്. ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് ടെക്നിക്സിനെ പറ്റി മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇൻ ദിസ് ടെക്നിക്സ് ഫീഡ്ബാക്ക് ഫ്രം ദ ടെസ്റ്റ് പ്രൊസീജിയർ ഈസ് യൂസ്ഡ് ടു ഹെൽപ്പ് ദ ജനറേറ്റർ ടു ഫൈൻഡ് ദ ഡിറക്ഷൻ. അതായത് മുൻപ് നിൽക്കുന്ന ഒരു നോഡിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അടുത്തൊരു നോഡിലേക്ക് പോകുവാൻ, അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാൻ നമുക്ക് ഹെൽപ്ഫുൾ ആവും. ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ഇതൊരു ഹ്യൂറിസ്റ്റിക് ടെക്നിക്സ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേറ്റുകളുടെ ഇവാലുവേഷൻ, അതായത് ഇപ്പോൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. അതേപോലെ തന്നെ വേറെ പ്രൈസിനെ ബേസ് ചെയ്താണ്, കോസ്റ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മെഷർ ചെയ്യും. അങ്ങനെയുള്ളതെല്ലാം ഈ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും. Hill climbing is used when a good heuristic function is available for evaluating states but no other useful knowledge is available. ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സിനെ നമുക്ക് പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. ഒന്നാമത്തത് സിമ്പിൾ ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സും രണ്ടാമത്തത് സ്ലീപ്പസ്റ്റ് അസെൻഡ് ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സുമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഹിൽ ക്ലൈംബിംഗ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. ഫസ്റ്റ് വൺ സിമ്പിൾ ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സ്, സെക്കൻഡ് വൺ സ്ലീപ്പസ്റ്റ് അസെൻഡ് ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സ്. ആദ്യം നമുക്ക് സിമ്പിൾ ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സിമ്പിൾ ഹിൽ ക്ലൈംബിംഗ് ടെസ്റ്റിങ്ങിനെ പറ്റി നോക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ അൽഗോരിതം നോക്കാം. അൽഗോരിതമാണ് പ്രധാനമായും സിമ്പിൾ ഹിൽ ക്ലൈംബിങ്ങിലും അതേപോലെ സ്ലീപ്പസ്റ്റ് അസെൻഡ് ഹിൽ ക്ലൈംബിങ്ങിലും നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അൽഗോരിതം നോക്കാം. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ദി ഇൻസ്റ്റിൽ സ്റ്റേറ്റ്. ഇഫ് ഇറ്റ് ഈസ് ആൾസോ എ ഗോൾ സ്റ്റേറ്റ് ദെൻ റിട്ടേൺ ഇറ്റ് ആൻഡ് ക്വിറ്റ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു സ്റ്റേറ്റ് തന്നിട്ടുണ്ട്, ആ സ്റ്റേറ്റിനെ നമ്മൾ ഇനിഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് എടുക്കുന്നു. ഈ ഇനിഷ്യൽ സ്റ്റേറ്റിനെ നമ്മൾ ഗോൾ സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈനൽ സ്റ്റേറ്റുമായി മാച്ച് ചെയ്യുന്നു. ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും തുല്യമാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ ക്വിറ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഇനിഷ്യൽ സ്റ്റേറ്റിനെ കറണ്ട് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നു. അതിനുശേഷം നമ്മളൊരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റേജിൽ ലൂപ്പ് അണ്ടിൽ എ സൊല്യൂഷൻ ഈസ് ഫൗണ്ട് ഓർ അണ്ടിൽ ദെയർ ആർ നോ ന്യൂ ഓപ്പറേറ്റേഴ്സ് ലെഫ്റ്റ്. അതായത് ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ നോഡ് വരെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വരെ. ഈ ലൂപ്പ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇതിലും അപ്ലൈ ചെയ്തുകൊണ്ട് ഓരോ സ്റ്റേറ്റുകളെ എടുക്കുന്നു. ആ സ്റ്റേറ്റിനെ അതായത് ഗോൾ സ്റ്റേറ്റുമായി മാച്ച് ചെയ്യുന്നു. പ്രോപ്പർ ആവുന്നതെങ്കിൽ ക്വിറ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നു. സെലക്ട് ആൻ ഓപ്പറേറ്റർ ദാറ്റ് ഹാസ് നോട്ട് യെറ്റ് ബീൻ അപ്ലൈഡ് ടു ദ കറണ്ട് സ്റ്റേറ്റ് ആൻഡ് അപ്ലൈ ടു പ്രൊഡ്യൂസ് എ ന്യൂ സ്റ്റേറ്റ്. അതായത് നമ്മൾ എടുത്തിട്ടില്ലാത്തൊരു പുതിയ സ്റ്റേറ്റ് എടുക്കുന്നു, അതിനെ കറണ്ട് സ്റ്റേറ്റിലേക്ക് ആഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു. ഇവാലുവേറ്റ് ന്യൂ സ്റ്റേറ്റ്. If it is a goal state, then return it and quit. If it is not a goal state, but it is better than current state, then make it as the current state. If it is not better than the current state, then ignore it. ഇവിടെ കണ്ടിന്യൂ ഇൻ ദ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് തുടർന്നുകൊണ്ടേ ഇരിക്കുക, അത് ബെറ്റർ അല്ലെങ്കിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുക. നമുക്കതിനെ ഇഗ്നോർ ചെയ്തിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ അൽഗോരിതം. അതായത് നമ്മുടെ കയ്യിൽ കുറേ സെറ്റ് ഓഫ് പോയിന്റ്സ് ഉണ്ടെന്ന് കരുതുക. ആ സെറ്റ് ഓഫ് പോയിൻറ്റ്സിൽ ഒരെണ്ണം ഇനിഷ്യൽ പോയിൻറ്റുമുണ്ട്, ഒരെണ്ണം ഫൈനൽ പോയിൻറ്റുമുണ്ട്, അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേറ്റും ഗോൾ സ്റ്റേറ്റുമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ഇനിഷ്യൽ സ്റ്റേറ്റിനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ ഇനിഷ്യൽ സ്റ്റേറ്റിനെ ഗോൾ സ്റ്റേറ്റുമായി മാച്ച് ചെയ്യുന്നു. ഇതാണ് സൊല്യൂഷൻ എങ്കിൽ ഇവിടെ ക്വിറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു പുതിയ ഓപ്പറേറ്റർ എടുക്കണം, അത് കറണ്ട് സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ് അല്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇനിഷ്യൽ സ്റ്റേറ്റിനെ അപ്പോൾ കറണ്ട് സ്റ്റേറ്റ് ആക്കി മാറ്റുന്നു. എന്നിട്ട് കറണ്ട് സ്റ്റേറ്റ് അടുത്തൊരു സ്റ്റേറ്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. ഈ അടുത്ത സ്റ്റേറ്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് ഗോൾ സ്റ്റേറ്റ് ആണ് എങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യും. ഇനി അതും ഗോൾ സ്റ്റേറ്റ് അല്ല എങ്കിൽ നമ്മൾ ഈ മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഏതാണ് ബെറ്റർ വൺ, കറണ്ട് സ്റ്റേറ്റ് ആണോ അതോ നമ്മുടെ കയ്യിലിരുന്ന തൊട്ട് മുമ്പേ ഇരുന്നതാണോ ബെറ്റർ എന്നറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കറണ്ട് സ്റ്റേറ്റും
പുതിയതുമായി മാച്ച് ചെയ്യുമ്പോൾ ന്യൂ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. നമുക്ക് ന്യൂ സ്റ്റേറ്റുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ കറണ്ട് സ്റ്റേറ്റ് ആണ് ബെറ്റർ എങ്കിൽ നമ്മൾ അതിനെ തന്നെ ഹോൾഡ് ചെയ്യും. ന്യൂ സ്റ്റേറ്റ് ആണ് ബെറ്റർ എങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്യും. ഏതാണോ ബെസ്റ്റ് വൺ അതിനെ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി അത് ബെസ്റ്റർ അല്ല എങ്കിൽ നമ്മളതിനെ ഇഗ്നോർ ചെയ്യും. ഇങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് ഏതുവരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും? ഒരു സൊല്യൂഷൻ കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ എല്ലാ നോഡ്സും അല്ലെങ്കിൽ എല്ലാ ഓപ്പറേറ്റേഴ്സും ലെഫ്റ്റ് ആവുന്നത് വരെ തുടർന്നുകൊണ്ടേ ഇരിക്കും. ഇതാണ് സിമ്പിൾ ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സ്. ഇനി ഈ ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സിൻ്റെ ഇഷ്യൂസ് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് അടുത്ത് രണ്ടാമത്തെ ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സിലേക്ക് പോകാം. രണ്ടാമത്തെ ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സ് ആണ് സ്ലീപ്പസ്റ്റ് അസെൻഡ് ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സ്. എന്താണ് സിമ്പിൾ ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സിൽ നിന്ന് സ്ലീപ്പസ്റ്റ് അസെൻഡ് ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്കിലേക്ക് വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ലീപ്പസ്റ്റ് അസെൻഡ് ഹിൽ ക്ലൈംബിങ്ങിൽ മൾട്ടിപ്പിൾ പോയിന്റ് ചെക്ക് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് പോകാൻ നേരത്ത് നമ്മൾ സിമ്പിൾ ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്കിലാണെങ്കിൽ നമ്മൾ ഏറ്റവും അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു നോഡ് മാത്രമാണ് പരിഗണിക്കുക. എന്നാൽ സ്ലീപ്പസ്റ്റ് അസെൻഡ് ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് നൈബറായിട്ടുള്ള അല്ലെങ്കിൽ ചുറ്റുമുള്ള എല്ലാ നോഡുകളെയും എന്ത് ചെയ്യും? പരിഗണിക്കും. കാര്യം മനസ്സിലാവുന്നുണ്ട്? ഇറ്റ് ഈസ് എ യൂസ്ഫുൾ വേരിയേഷൻ ഓഫ് സിമ്പിൾ ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സ്. Select all the move from current state and select the best one as the next state. In this technique, multiple points are checked at a time. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിൾ ഹിൽ ക്ലൈംബിങ്ങിൻ്റെ ഒരു വേരിയേഷനാണ്. നമ്മൾ കറണ്ട് സ്റ്റേറ്റിൽ നിന്ന് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ മൂവും, അതായത് ഏതൊക്കെ സാധ്യതയുണ്ടോ അതെല്ലാം പരിഗണിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സ്ലീപ്പസ്റ്റ് അസെൻഡ് ഹിൽ ക്ലൈംബിംഗ് എന്ന് പറയുന്നതിന് പകരം യൂസ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു വാക്കാണ് ഗ്രേഡിയൻറ്റ് സെർച്ച് ടെക്നിക്സ്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാം എക്സ്പ്ലെയിൻ ഗ്രേഡിയൻറ്റ് സെർച്ച് ടെക്നിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് തന്നെയാണ്? സ്ലീപ്പസ്റ്റ് അസെൻഡ് ഹിൽ ക്ലൈംബിംഗ് തന്നെയാണ്. ഈ മെത്തേഡിനെ വേറൊരു തരത്തിൽ, അല്ലെങ്കിൽ ദിസ് മെത്തേഡ് ഈസ് അതർവൈസ് കാൾഡ് ഗ്രേഡിയൻറ്റ് സെർച്ച്. അപ്പോൾ ഗ്രേഡിയൻറ്റ് സെർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? സ്ലീപ്പസ്റ്റ് അസെൻഡ് ഹിൽ ക്ലൈംബിംഗ് തന്നെയാണ്. നമുക്ക് സ്ലീപ്പസ്റ്റ് അസെൻഡ് ഹിൽ ക്ലൈംബിങ്ങിലേക്ക് പോവാം. ഇവിടെയും നേരത്തെ പോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ഇനിഷ്യൽ സ്റ്റേറ്റ് ഉണ്ട്, ഒരു ഫൈനൽ സ്റ്റേറ്റ് ഉണ്ട്. ഈ ഇനിഷ്യൽ സ്റ്റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫൈനൽ സ്റ്റേറ്റുമായി മാച്ച് ചെയ്യുന്നു. അത് പ്രോപ്പർ ആണെങ്കിൽ നമ്മൾ ക്വിറ്റ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? തുടർന്നു കൊണ്ടേ ഇരിക്കും. എന്ത് ചെയ്യും? ഇനിഷ്യൽ സ്റ്റേറ്റിനെ കറണ്ട് സ്റ്റേറ്റ് ആക്കുന്നു. കറണ്ട് സ്റ്റേറ്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലൂപ്പിലേക്ക് കയറുന്നു. ലൂപ്പിൽ കയറിയതിന് ശേഷം ഓരോന്നും എടുക്കുന്നു, ചെക്ക് ചെയ്യുന്നു, ആണോ എന്ന് നോക്കുന്നു. ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വിറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ബെറ്റർ ആണോ എന്ന് നോക്കുന്നു, അതിലേക്ക് ആഡ് ചെയ്യുന്നു എന്ന പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ടൈമിൽ ഒരു കറണ്ട് സ്റ്റേറ്റിലേക്ക് ആഡ് ചെയ്യാൻ ഒരു നോഡ് മാത്രമല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു പുതിയ ആളിനെ കൊണ്ടുവരുന്നു. SUCC സക്സസർ എന്നുള്ള അർത്ഥത്തിലാണ് SUCCയെ ഇവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ SUCC എന്ന് പറയുന്ന ഒരു പുതിയ വേരിയബിൾ എന്നോ ഒരു സ്റ്റോറേജ് ലൊക്കേഷൻ എന്നോ പറയാം. അപ്പോൾ ആ SUCCയുടെ യൂസ് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ആര് കൈകാര്യം ചെയ്യും? ഈ SUCC കൈകാര്യം ചെയ്യും. അതായത് നമുക്ക് SUCCയിലേക്ക് വച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവാലുവേറ്റ് ദ ഇനിഷ്യൽ സ്റ്റേറ്റ്. ഇഫ് ഇറ്റ് ഈസ് ആൾസോ എ ഗോൾ സ്റ്റേറ്റ് ദെൻ റിട്ടേൺ ഇറ്റ് ആൻഡ് ക്വിറ്റ്. അതർവൈസ് കണ്ടിന്യൂ വിത്ത് ദ ഇനിഷ്യൽ സ്റ്റേറ്റ് ആസ് ദ കറണ്ട് സ്റ്റേറ്റ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇനിഷ്യൽ സ്റ്റേറ്റിനെ ഫൈനൽ സ്റ്റേറ്റുമായി മാച്ച് ചെയ്യുന്നു. ആണ് എങ്കിൽ ക്വിറ്റ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ നമ്മളതിനെ കറണ്ട് സ്റ്റേറ്റ് ആക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. ലൂപ്പ് അണ്ടിൽ എ സൊല്യൂഷൻ ഈസ് ഫൗണ്ട് അണ്ടിൽ എ കംപ്ലീറ്റ് ഐട്രേഷൻ പ്രൊഡ്യൂസ് നോ ചേഞ്ച് ടു കറണ്ട് സ്റ്റേറ്റ്. അതായത് ഒന്നുകിൽ റിസൾട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു മാറ്റവും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ചെയ്ത് കഴിയുന്നത് വരെ തുടരുക. Let SUCC be a state such that it contain possible successor of the current state. ഇതാണ് ഇവിടുത്തെ മാറ്റം. സിമ്പിൾ ഹിൽ ക്ലൈംബിങ്ങിൽ നിന്ന് സ്ലീപ്പസ്റ്റ് അസെൻഡ് ഹിൽ ക്ലൈംബിങ്ങിലേക്ക് വന്നപ്പോഴുള്ള മാറ്റം എന്ന് പറയുന്നതാണ് ഈ SUCC എന്ന് പറയുന്ന ഒരു പുതിയ ആളിനെ മുമ്പോട്ട് വെച്ചു. അപ്പോൾ SUCC എന്ത് ചെയ്യും? എല്ലാ പോസിബിൾ സക്സസറുടെയും ഇത് ഹോൾഡ് ചെയ്യും. For each operation that apply to the current state, do apply the operator and generate a new state. Evaluating the new state, if it is a goal state, then retain it and quit. If it is not, compare to SUCC. If it is better than SUCC, update. If it is not better than,
ബെറ്റർ ലീവ് SUCC എലോൺ. അപ്പോൾ നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യുന്നു, SUCCയിൽ നമ്മൾ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്തുകൊണ്ട്, അതായത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യേണ്ട ഒരെണ്ണത്തിനെ എടുക്കുന്നു, അതിനെ എന്ത് ചെയ്യുന്നു, SUCCയുടെ കറണ്ടുമായിട്ട് മാച്ച് ചെയ്യുന്നു. കറണ്ടുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ ഗോൾ സ്റ്റേറ്റ് ആണ് എങ്കിൽ ക്വിറ്റ് ചെയ്യുന്നു, അല്ല എങ്കിൽ ബെറ്റർ ആണോ എന്ന് നോക്കുന്നു, ബെറ്റർ ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ SUCCയെ തന്നെ നമ്മൾ അടുത്തതിന് പരിഗണിക്കും. അപ്പോൾ ഇവിടെ SUCC എന്താണ് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇവിടെ വീണ്ടും SUCC എന്ന് പറയുന്നത് ഇഫ് നോട്ട് കമ്പയർ ടു SUCC ബെറ്റർ ദാൻ XUCC എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. SUCC എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റേറ്റുകളെ എന്ത് ചെയ്യുന്നു, അതായത് എല്ലാ സക്സസറേയും കൂടെ കണ്ടെയ്ൻസ് അതിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ ഹോൾഡ് ചെയ്യുന്ന അതിൽ നിന്ന് ഒരെണ്ണത്തിനെ കറണ്ടായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. കാരണം കറണ്ടായിട്ട് അപ്ലൈ ചെയ്യുന്നതിനെ എടുത്ത് പ്രീവിയസ് ആയിട്ടുള്ള SUCCയുമായിട്ട് മാച്ച് ചെയ്യുന്നു. പ്രീവിയസ് ആയിട്ടുള്ള SUCCയുമായി മാച്ച് ചെയ്യുന്ന സമയത്ത് ഫൈനൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗോൾ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി അല്ല എങ്കിൽ ഇതിന് അപ്ഡേഷൻ ആവശ്യമുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇനി അങ്ങനെ നമുക്കിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, ഇതാണ് സ്ലീപ്പസ്റ്റ് അസെൻഡ് ഹിൽ ക്ലൈംബിംഗ്. ഇനി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇഷ്യൂസ് ഇൻ ഹിൽ ക്ലൈംബിംഗ്. പ്രധാനമായും 3 തരത്തിലുള്ള ഇഷ്യൂസാണ് ഹിൽ ക്ലൈംബിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇത് നിരവധി തവണ യൂണിവേഴ്സിറ്റി എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇഷ്യൂസ് ഇൻ ഹിൽ ക്ലൈംബിംഗ് പ്രധാനമായും 3 തരത്തിലുള്ള ഇഷ്യൂസാണ് ഉണ്ടാകുന്നത്. ലോക്കൽ മാക്സിമം പ്രോബ്ലം, പ്ലേറ്റ്വേ പ്രോബ്ലം, റിഡ്ജ് പ്രോബ്ലം. ഇങ്ങനെയുള്ള 3 ഇഷ്യൂസാണുള്ളത്. ലോക്കൽ മാക്സിമം, പ്ലേറ്റ്വേ പ്രോബ്ലം, റിഡ്ജ് പ്രോബ്ലം. എന്താണ് ലോക്കൽ മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഒരു ചെറിയ ഫിഗറിൽ തന്നെ 2 സ്ഥലത്ത് പീക്ക് വാല്യൂസ് ഉണ്ട്. ഈ ഒന്നാമത്തെ സ്ഥലത്തുമുണ്ട്, ഈ രണ്ടാമത്തെ സ്ഥലത്തുമുണ്ട്. നമ്മൾ ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എനിക്കിപ്പോൾ മാക്സിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ സ്ഥലത്തെ പീക്ക് വാല്യൂ ആണ്. എന്നാൽ നമ്മൾ ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഒരു മാക്സിമം വാല്യൂ കിട്ടും. അതിനുശേഷം ഇതുമായി എല്ലാം തന്നെ കമ്പയർ ചെയ്യുമ്പോൾ മിനിമം വാല്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സ് എന്ത് തീരുമാനിക്കും, ഇതാണ് മാക്സിമം വാല്യൂ എന്ന് തീരുമാനിക്കുന്നത്. അതായത് ഇവിടേക്ക് വരുമ്പോൾ എല്ലാം കോമൺ വാല്യൂ ആയിട്ട് വരുമ്പോൾ അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഈ കിട്ടുന്ന ഫസ്റ്റ് സ്റ്റേജിൽ കിട്ടുന്ന വാല്യൂവിനെ മാക്സിമം വാല്യൂ ആയിട്ട് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് പക്ഷേ മാക്സിമം വാല്യൂ അല്ല, ഇതെന്താണ്, ലോക്കൽ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ അത് ഹിൽ ക്ലൈംബിങ്ങിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂസാണ്. ലോക്കൽ മാക്സിമം പ്രോബ്ലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എ ലോക്കൽ മാക്സിമം ഈസ് എ സ്റ്റേറ്റ് ദാറ്റ് ഈസ് ബെറ്റർ ദാൻ ആൾ ഇറ്റ്സ് നൈബേഴ്സ് ബട്ട് നോട്ട് ബെറ്റർ ദാൻ സം അതർ സ്റ്റേറ്റ്. അതായത് നൈബറുകളെ സംബന്ധിച്ചിടത്തോളം ഇവൻ മാക്സിമം ആണ്, എന്നാൽ വേറെ എവിടെയോ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ബെറ്റർ അല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു എറർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തത് പ്ലേറ്റ്വേ പ്രോബ്ലമാണ്. ഈ പ്ലേറ്റ്വേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ഏരിയ ഉണ്ട്. അതായത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ, അതായത് റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ നൈബർ സ്റ്റേറ്റും ഇതിനൊക്കെ ഓൾമോസ്റ്റ് സെയിം വാല്യൂ ആയിരിക്കും. അപ്പോൾ പിന്നെ ഒരു ബെറ്റർ വാല്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പ്രോബ്ലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലേറ്റ്വേ പ്രോബ്ലം. It is a flat area of the search space in which the whole set of neighbor states have the same value. It is very difficult to find best. അതാണ് പ്ലേറ്റ്വേ പ്രോബ്ലം. മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് റിഡ്ജ് പ്രോബ്ലമാണ്. റിഡ്ജ് പ്രോബ്ലം എന്ന് പറയുന്നതും ഒരു ലോക്കൽ മാക്സിമം പോലെയുള്ള പ്രോബ്ലമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹയസ്റ്റ് ഏരിയ കാണാം. ആ ഹയസ്റ്റ് ഏരിയ കഴിഞ്ഞതിന് ശേഷം ഒരു പീക്ക് വാല്യൂയിലേക്ക് നമ്മൾ എത്തുന്നതിന് ശേഷം ഒരു ഭയങ്കര സ്ലോപ്പായിരിക്കും. അതായത് പെട്ടെന്ന് തന്നെ വാല്യൂ അങ്ങ് കട്ടയ്ക്ക് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ട്രാവേഴ്സൽ ചെയ്ത് ബാക്കിയുള്ള വാല്യൂസിന്, അതായത് ഒന്നാമത്തെ വാല്യൂവും അടുത്ത അതിൻ്റെ സക്സസർ അല്ലെങ്കിൽ നൈബറുമായിട്ടുള്ള വാല്യൂവിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാകും. അതായത് വലിയൊരു ഡീവിയേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു പീക്ക് വാല്യൂവും അടുത്ത അതിൻ്റെ സക്സസർ അല്ലെങ്കിൽ നൈബർ എന്ന് പറയുന്നത് ഏറ്റവും താഴെയാണ് എന്ന് കരുതുക. ഒന്നിപ്പോൾ ഒരു 100 മീറ്റർ അകലെയും അടുത്തത് ഇങ്ങുമാണ് എന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ വാല്യൂസ് തമ്മിലുള്ള എറർ ഉണ്ടാവാനുള്ള സാധ്യത
സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രോബ്ലത്തിനെയാണ് നമ്മൾ റിഡ്ജ് പ്രോബ്ലം എന്ന് പറയുന്നത്. റിഡ്ജ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലോക്കൽ മാക്സിമം. ഇറ്റ് ഈസ് ആൻ ഏരിയ ഓഫ് ദ സെർച്ച് സ്പേസ് ദാറ്റ് ഈസ് ഹയർ ദാൻ ദ സറൗണ്ടിങ് ഏരിയ ദാറ്റ് ഇറ്റ് ഹാസ് എ സ്ലോപ്പ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ട്രാവേഴ്സ് എ റിഡ്ജ് ബൈ സിംഗിൾ മൂവ്. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂവിൽ ഒരു വലിയ ഡിഫറൻസ് വരുമ്പോൾ ഒറ്റ മൂവ്മെൻറ്റ് കൊണ്ട് ആ താഴെ എത്താൻ പറ്റാത്ത പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ റിഡ്ജ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇഷ്യൂസ് ഇൻ ഹിൽ ക്ലൈംബിംഗ് പ്രധാനമായിട്ടും 3 ഇഷ്യൂസ് ആണുള്ളത്. ലോക്കൽ മാക്സിമം പ്രോബ്ലം, പ്ലാറ്റ്യൂ പ്രോബ്ലം, അതുപോലെ തന്നെ റിഡ്ജ് പ്രോബ്ലം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഹിൽ ക്ലൈംബിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഇനി ഹിൽ ക്ലൈംബിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്തുകൊണ്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് ടെക്നിക്സിൻ്റെ സെയിം അഡ്വാൻറ്റേജുകളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്കിലും വരുന്നത്. ഈസിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്സാണ് എന്നൊക്കെ തരത്തിലുള്ള അഡ്വാൻറ്റേജ് തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ഓർത്തു എന്താണ് ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്സ്. 2 തരത്തിലുള്ള ഹിൽ ക്ലൈംബിംഗ് ടെക്നിക്കുണ്ട്, സിമ്പിളും സ്ലീപ്പസ്റ്റ് അസെൻറ്റും. രണ്ടിൻ്റെയും അൽഗോരിതം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഇഷ്യൂസ് ഇൻ ഹിൽ ക്ലൈംബിങ്ങും പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഹിൽ ക്ലൈംബിങ്ങിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു.